നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും പിമ്പിൾസും അതുപോലെ തന്നെ കരിമങ്ങലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണിത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആര്യവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ആര്യവേപ്പിലയുടെ കൂട്ടത്ത് ഇത് ഒരു 3-4 തണ്ട് ആര്യവേപ്പിലയുണ്ട്. അപ്പോൾ കുറച്ച് ഏറെ എടുക്കണം. നമുക്ക് അരച്ച് മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ, പച്ച പൊട്ടറ്റോ തൊലി കട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞ് വേണേലും ചേർത്ത് ഇതിനോട് അരച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ചേർത്ത് വെക്കാം. ഞാനിപ്പോൾ പൊട്ടറ്റോ അരച്ചതിൻ്റെ ജ്യൂസാണ്, ആ പിഴിഞ്ഞ നീരാണ് ഇതിലൂടെ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് അത് നീരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ച് ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് എപ്പോഴാണോ ഫേസിൽ തേക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതെടുത്തിട്ട് ഫേസിൽ തേക്കാനുള്ള അളവെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്ത് നമുക്ക് നല്ല പ്യുവർ മഞ്ഞൾപ്പൊടി, അതായത് നാടൻ മഞ്ഞൾപ്പൊടി ചേർക്കണം. നാടൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ, അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ നമുക്ക് ഫേസിൽ തേക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇത് ആവശ്യത്തിന് മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രം എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഫേസിലെ എല്ലാ പ്രശ്നങ്ങളും, കരിവാളിപ്പും അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ എല്ലാം മുഖം മൊത്തം നല്ല ഭംഗിയായി കിട്ടാനായിട്ട് ഇത് തേച്ചാൽ നല്ലതാണ്. ഇതൊരു ചെറിയൊരു പുകച്ചിൽ പോലെ ഉണ്ടാകും എന്ന് വെച്ചാൽ ആരും പേടിക്കുകയൊന്നും വേണ്ട. ഇത് നാച്ചുറലാണ്. ആർക്കും അലർജി ആയിട്ടൊന്നും ഇതുവരെ ഉണ്ടായ സംഭവമൊന്നുമില്ല. ഇതുവരെ എനിക്കറിയില്ല ഉണ്ടായത്. പക്ഷേ അങ്ങനെ വല്ലതും ഉള്ളവരുണ്ടെങ്കിൽ തേക്കണ്ട, ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇത് തേക്കാം. നല്ല റിസൾട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. നമുക്കിത് മുഖം മൊത്തം തേച്ച് പിടിപ്പിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ള ഭാഗത്ത് വേണമെങ്കിലും തേച്ച് പിടിപ്പിക്കാം. മുഖം മൊത്തം തേച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് എല്ലാ കറുത്ത പാടുകളും നന്നായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ മുഖം നന്നായിട്ട് വെളുക്കാനും നല്ലതാണ്. നമ്മൾ മഞ്ഞളോ പച്ചമഞ്ഞളാണെങ്കിലും ഇതിനകത്ത് അരച്ച് ചേർക്കാം. അപ്പോൾ പച്ചമഞ്ഞളോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത് മൂലം മുഖം നന്നായിട്ട് വെളുത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നല്ല ക്ലീനായിട്ട് ഒരു പാടുപോലും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുഖം കിട്ടും. അത് നിറക്കാർക്കും കറുത്ത ആൾക്കാർക്കും നിറം കുറവുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ക്രമേണ കുറച്ച് നിറം വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ പായ്ക്കൊന്ന് ഇത് ഫേസിൽ മൊത്തം പുരട്ടിയതിന് ശേഷം നല്ലതായിട്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിലേ കഴുകിക്കളയാവുള്ളൂ. പച്ചവെള്ളം ഉപയോഗിക്കില്ല, ചൂടുവെള്ളത്തിൽ മാത്രം കഴുകിക്കളയുക. ഇത് പതിവായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. മുഖം ക്ലീൻ ആകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.